റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിലെ കുറ്റപത്രത്തിന്റെ വിവരങ്ങൾ റിപ്പോർട്ടറിന് ലഭിക്കുകയാണ്. ആത്മഹത്യയ്ക്ക് മുൻപ് നവീൻ ബാബു 2 തവണ ക്വാർട്ടേഴ്സിൽ എത്തിയെന്നും നാട്ടിലേക്കുള്ള ട്രെയിൻ പോയ ശേഷവും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെന്നും കുറ്റപത്രത്തിലുണ്ട്. ട്രെയിൻ പോയത് അറിഞ്ഞിട്ടും പ്ലാറ്റ്ഫോമിൽ മണിക്കൂറുകൾ ചിലവഴിച്ചെന്നും ആത്മഹത്യ ചെയ്യുന്നത് പുലർച്ചെ 4:52 എന്നുമാണ് കുറ്റപത്രത്തിലുള്ളത്. കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, നമുക്കിപ്പോൾ ആ കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ ലഭ്യമാവുകയാണല്ലോ. എന്താണ് ഇതിൽ പറയുന്നത്? നേരത്തെ ഇതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മരണത്തിന് ഉത്തരവാദി ദിവ്യ മാത്രമാണ്. PP ദിവ്യ എന്ന ഒറ്റ പ്രതിയിലേക്കാണ് ഈ കുറ്റപത്രം വിരൽ ചൂണ്ടുന്നത്. പക്ഷേ ഈ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്മൃതി, അല്പസമയത്തിനകം തന്നെ കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കൊടേരി കണ്ണൂർ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തി കുറ്റപത്രം സമർപ്പിക്കും. ഈ കുറ്റപത്രത്തിലുള്ള ചില വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതായത് ഈ ക്വാർട്ടേഴ്സിലേക്ക് ADM നവീൻ ബാബു യാത്രയപ്പ് സമ്മേളനത്തിന് ശേഷം 2 തവണ എത്തിയിരുന്നു എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നത്. അതായത് ഈ യാത്രയപ്പ് സമ്മേളനത്തിന് ശേഷം ഔദ്യോഗിക വാഹനത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എന്ന രീതിയിൽ ഈ കളക്ട്രേറ്റിൽ നിന്നും മടങ്ങുന്നു. പക്ഷേ മുനീശ്വരൻ കോവിലെത്തി അവിടെ നിന്നും ഔദ്യോഗിക വാഹനത്തിലുള്ള ഡ്രൈവറെ തിരിച്ചയക്കുന്നു. ശേഷം ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്നു. അതിനുശേഷം ഈ ട്രെയിൻ പോയത് ട്രെയിൻ പോയതിന് ശേഷവും അത് മനസ്സിലാക്കിയതിന് ശേഷവും ഈ നവീൻ ബാബു വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ചതിന് ശേഷമാണ് 4:52 ശേഷമാണ് ഈ നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ 4:52 തൻ്റെ സഹപ്രവർത്തകന് ഒരു മെസ്സേജ് ഭാര്യയുടെയും അതുപോലെ തന്നെ മറ്റൊരു ബന്ധുവിൻ്റെയും നമ്പർ അയച്ചു നൽകുന്നുണ്ട്. അതിനുശേഷമാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഈ കുറ്റപത്രത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ, അതായത് കൊലപാതകമാണ് എന്ന തരത്തിലുള്ള സംശയങ്ങളും പോലീസ് അല്ലെങ്കിൽ കുടുംബം ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊലപാതകമല്ല, ആത്മഹത്യ തന്നെയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഇതിനകത്ത് സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇതുവരെയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ കുറ്റപത്രത്തിൻ്റെ ഭാഗമായി സൂചിപ്പിക്കുന്നത് നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു, മണിക്കൂറുകളോളം പ്ലാറ്റ്ഫോമിൽ ചെലവഴിച്ചതിന് ശേഷം ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങി, അതിനുശേഷമാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് കുറ്റപത്രത്തിലെ വിവരങ്ങളായി നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുനീശ്വരൻ കോവിലിന് ശേഷം നവീൻ ബാബു എങ്ങോട്ട് പോയി എന്നുള്ളത് വലിയ രീതിയിൽ ഒരു ചർച്ചാ വിഷയമായിരുന്നു. ആ ഘട്ടത്തിൽ നവീൻ ബാബു മറ്റ് പലയിടത്തേക്കും പോയിട്ടുണ്ട്. ചില കേന്ദ്രങ്ങൾ ആദ്യഘട്ടത്തിൽ സംശയങ്ങളും അതുപോലെ തന്നെ ആ സ്ഥലങ്ങളിൽ ഈ മുനീശ്വരൻ കോവിലിൻ്റെ പരിസരത്തുള്ള CCTVകളും എല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇപ്പോൾ ഇത്തരമൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നവീൻ ബാബു എത്തിയിരുന്നു. അതിനുശേഷം ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങി, അതായത് ട്രെയിൻ പോയതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു, പ്ലാറ്റ്ഫോമിൽ മണിക്കൂറുകളോളം സമയം ചിലവഴിക്കുന്നു. അതിനുശേഷമാണ് ക്വാർട്ടേഴ്സിലേക്ക് എത്തി ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എന്ന് പറഞ്ഞ് യാത്രയപ്പ് സമ്മേളനത്തിന് ശേഷം പോയപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയില്ല, പകരം മുനീശ്വരൻ കോവിലിൻ്റെ അവിടെ ഇറങ്ങി പിന്നീട് ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചെത്തി. പക്ഷേ അതിനുശേഷം ട്രെയിൻ പോയി എന്ന് മനസ്സിലാക്കിയതിന് ശേഷവും അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷവും ആ സമയത്തിന് ശേഷവും തിരിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ മണിക്കൂറുകളോളം സമയം ചിലവഴിക്കുന്നു. അതിനുശേഷം വീണ്ടും ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്നു. 4:52 സഹപ്രവർത്തകന് ഭാര്യ മഞ്ജുഷയുടെയും അതുപോലെ തന്നെ ബന്ധുവിൻ്റെയും നമ്പർ അയച്ചു നൽകുന്നു. മറ്റൊരു തരത്തിലുള്ള സന്ദേശവും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഈ ആത്മഹത്യ നടന്നത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സ്മൃതി. അർജുൻ, പക്ഷേ ആത്യന്തികമായി ഈ മരണത്തിന് ഉത്തരവാദി PP ദിവ്യയാണെന്നും ആ ആത്മഹത്യയ്ക്ക് ഒരേ ഒരു കാരണം PP ദിവ്യയുടെ പ്രസംഗമാണ് എന്നും വ്യക്തമായി തന്നെ ആ കുറ്റപത്രത്തിലുണ്ടല്ലോ. പിന്നീട് ഈ ആത്മഹത്യ ചെയ്യാൻ എടുക്കുന്ന സമയം, അതിനു മുമ്പ് ഒരു ആലോചന എത്ര നേരം നീണ്ടിരിക്കാം, അത് റെയിൽവേ സ്റ്റേഷനിൽ വരെ പോയ ശേഷം പിന്നീട് വേണ്ട മരിച്ചു കളയാമെന്ന് തീരുമാനിച്ച് മടങ്ങിപ്പോകുന്നു എന്ന രൂപത്തിലാണോ ഈ കുറ്റപത്രത്തിലെ വരികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതിലാണോ ഒരു അവ്യക്തത നിലനിന്നിരുന്നത് നേരത്തെ?
തീർച്ചയായിട്ടും ഈ കുറ്റപത്രത്തിൽ പി ദിവ്യ മാത്രമാണ് കുറ്റക്കാരി എന്നുള്ളത് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഉൾച്ചേർത്തിട്ടുള്ള ഒരു കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഈ കേസിൻ്റെ ഭാഗമായി ആദ്യഘട്ടം മുതൽ തന്നെ ഉയർന്നു കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കുടുംബം ഉൾപ്പെടെ അത്തരം ചില പരാതികൾ മുന്നോട്ട് വെച്ചിരുന്നു. ചില ഗൂഢാലോചനകളെല്ലാം തന്നെ സംശയിക്കപ്പെട്ടിരുന്നു. ചില പരാതികളായി കുടുംബം തന്നെ ഇക്കാര്യം ഉയർത്തിയതുമാണ്. പക്ഷേ TV പ്രശാന്തനെയോ അല്ലെങ്കിൽ ജില്ലാ കളക്ടറെയോ ഒക്കെ പ്രതി ചേർക്കണമെന്നുള്ള ആവശ്യവും രാഷ്ട്രീയ രംഗത്തെ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഉയർത്തുകയും ചെയ്തതാണ്. പക്ഷേ അത്തരമൊരു നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. പി ദിവ്യയെ മാത്രം കുറ്റക്കാരി അല്ലെങ്കിൽ പി ദിവ്യ മാത്രമാണ് ഈ കേസിൽ കുറ്റക്കാരിയായി ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പി ദിവ്യ ഈ യാത്രയപ്പ് സമ്മേളനത്തിൽ നടത്തിയിട്ടുള്ള പ്രസംഗം തന്നെയാണ് ഇങ്ങനെയൊരു ഇതിൻ്റെ ആധാരം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതായത് പി ദിവ്യ ഈ യാത്രയപ്പ് യോഗത്തിൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അത് 2 ദിവസത്തിനകം ഇതിനകത്തുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരും തുടങ്ങിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഈ യാത്രയപ്പ് യോഗത്തിൽ തൻ്റെ ഉദ്യോഗസ്ഥരോടൊപ്പം സഹപ്രവർത്തകർ ഇരിക്കുന്ന വേദിയിൽ വെച്ച് പി ദിവ്യ ഉന്നയിച്ചതിൻ്റെ അല്ലെങ്കിൽ പറഞ്ഞതിൻ്റെ മാനസിക വിഷമമാണ് മരണത്തിന് കാരണമായി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഈ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് പി ദിവ്യയുടെ കാരണം തന്നെയാണ് അല്ലെങ്കിൽ പ്രസംഗം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അക്കാര്യങ്ങൾ കുറ്റപത്രത്തിൽ വളരെ വ്യക്തതയോടുകൂടി സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനിലെത്തി മണിക്കൂറുകളോളം സമയം അവിടെ ചിലവഴിക്കുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അത് സാധൂകരിക്കുന്ന തെളിവുകൾ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിൻ്റെ പക്കലുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെ ഇങ്ങനെ നടന്നു നീങ്ങുന്നതും ഒരുപാട് സമയം എന്ത് ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു ദൈന്യത മുഖത്ത് നിഴലിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ പ്ലാറ്റ്ഫോമിലുള്ള സ്വഭാവത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം അത്രമാത്രം മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിലായിരുന്നു എന്നത് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് കൂടിയാണ് മണിക്കൂറുകളോളം അതായത് തൻ്റെ നാട്ടിലേക്ക് പോകാൻ താൻ ബുക്ക് ചെയ്തിട്ടുള്ള ട്രെയിൻ കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞു എന്നത് മനസ്സിലാക്കി അല്ലെങ്കിൽ ആ സമയം കഴിഞ്ഞതിന് ശേഷവും വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അതിനുശേഷം മണിക്കൂറുകളോളം സമയം അവിടെ ചിലവഴിക്കുന്നു. ആ ചിലവഴിക്കുന്ന സമയത്ത് പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്നത് ആ CCTVയിൽ വ്യക്തമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിന് പുറമെ പ്ലാറ്റ്ഫോമിൻ്റെ എൻഡിൽ അതായത് ഈ ട്രെയിനിൻ്റെ എൻജിൻ നിൽക്കുന്ന ഭാഗത്തേക്ക് വരെ ഈ നവീൻ ബാബു നടന്ന് നീങ്ങുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത്തരം ചില വിവരങ്ങൾ ഈ കുറ്റപത്രത്തിലുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏകദേശം 3-4 മണിക്കൂറുകളുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ കൃത്യമായ രീതിയിൽ എത്ര മണിക്കൂറാണ് എന്ന കാര്യത്തിൽ നമുക്കൊരു കൃത്യമായ ഒരു വ്യക്തതയോടുകൂടി പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ അത് കൃത്യമായ രീതിയിൽ എത്ര മണിക്കൂർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നവീൻ ബാബു ചിലവഴിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കുറ്റപത്രത്തിൽ വളരെ വ്യക്തതയോടുകൂടി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അത്രയും സമയം അദ്ദേഹം അത്രയും മാനസിക സമ്മർദ്ദത്തിലാണ് ആ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങുന്നത്. ഒരു തീരുമാനം ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തിട്ടുണ്ടാവാം. ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങി പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തലിന്റെ ഭാഗമായി പുറത്തേക്ക് വരുന്നത്. അപമാനത്തിന് ശേഷം ഒരു ആലോചന അതിനെടുത്ത സമയം അതിനുശേഷമാണ് ആത്മഹത്യയിലേക്ക് കടക്കുന്നത്. അതിനെടുത്ത മണിക്കൂറുകൾ റെയിൽവേ സ്റ്റേഷനിൽ നവീൻ ബാബു എത്തി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ കുറ്റപത്രത്തിൽ ഉള്ളത്.